അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ ഇരുട്ട് മൂടിയ ചെന്നൈയിലെ ഒരു ദിവസത്തിലേക്ക് നമുക്ക് കടക്കാല്ലേ. ഡേ ഇൻ മൈ ലൈഫ് ഒന്നല്ല, വെറുതെ ഞാന് ഒരു കുഞ്ഞൊരു വ്ളോഗ് പോലെ എടുക്കാന്ന് വിചാരിച്ചു. ഒറ്റയ്ക്കുള്ള പരീക്ഷണാണ്, ഇതിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കുട്ടികളുടെ കണ്ടന്റ് ഒക്കെ കാണുന്നവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല, എനിക്കൊന്നും തോന്നില്ല. ഇവിടെ ചെന്നൈയിൽ ഇപ്പോ വിന്റർ സീസൺ ആണല്ലോ. ചെന്നൈയിൽ ഇങ്ങനെ വിന്റർ ഒന്നും ഇല്ല, എന്നാലും ഒരു മാസം 1.5 മാസം നമുക്കൊരു ചൂട് കുറവുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണ്. അത് മാത്രമല്ല, നമ്മൾ നാട്ടിൽ പോയപ്പോഴാണ് എനിക്ക് ശരിക്കും വ്യത്യാസം മനസ്സിലായത്. നാട്ടില് രാവിലെയും രാത്രിയും മാത്രമേ തണുപ്പുള്ളൂ. ഉച്ചക്കൊക്കെ വെയിലുണ്ട്, നല്ല വെയിലിന് ചൂടും ഉണ്ട്. പുറത്തൊന്നും നമുക്ക് കുടയില്ലാണ്ടൊക്കെ പോയാൽ നന്നായിട്ട് പൊള്ളും. പക്ഷെ ചെന്നൈയിൽ ഞങ്ങൾ പോണ മുമ്പ് വരെ ഒന്നും വലിയ ചൂടും ഇല്ല, വെയിലത്ത് തന്നെ അത്ര ചൂടും ഉണ്ടായിരുന്നില്ല. തുണിയൊക്കെ മുകളിൽ കൊണ്ടിട്ടാലും ഉണങ്ങുണ്ടായിരുന്നില്ല. പിന്നെ തിരിച്ചു വന്നപ്പോ പറയും വേണ്ട, ഭയങ്കര തണുപ്പായി. തണുപ്പെന്ന് പറഞ്ഞാൽ പകലും നമുക്ക് ഫാൻ ഇട്ടിരുന്ന കുളിരും, അങ്ങനത്തെ ഒരു തണുപ്പായി. പിന്നെ പോയി വന്നതിന് ശേഷമുള്ള കുറച്ച് ഒതുക്കലുകളും അറേഞ്ച്മെന്റ്സ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണേ കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു വന്നപ്പോ കുറെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതൊക്കെ തിരിച്ചെടുത്ത് വെക്കണം. പിന്നെ കുറെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് വെറുതെ റഫായിട്ടൊന്നും എടുത്തുന്നേ ഉള്ളൂ. ഞാനിട്ട് വീഡിയോ ആയിട്ട് ഇടാൻ പറ്റുമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. എഡിറ്റ് ചെയ്ത് നോക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ലാസ്റ്റ് ലൈറ്റ് ഇട്ടു. കണ്ണ് കണ്ടായിരുന്നില്ല ഇരുട്ടത്ത്, അത്രയും വെളിച്ചമൊന്നും പുറത്തുനിന്ന് വരണമില്ല. അങ്ങനെ ക്രിസ്മസ് ട്രീയും ഒക്കെ എടുത്തൊരു ബാഗിലാക്കി. നമ്മുടെ സാരി ബാഗില്ലേ, അപ്പൊ അതിൽ തന്നെ ഞാൻ എല്ലാം എടുത്ത് വെക്കാന്ന് വിചാരിച്ചു. കാരണം വേറെ എവിടെയെങ്കിലുമൊക്കെ എടുത്തു വെച്ചാൽ നമുക്ക് അടുത്ത വർഷം ഇത് എവിടെയാന്ന് പോലും ഓർമ്മയുണ്ടാവില്ല. അപ്പൊ ഈ ഒരു ബാഗിലാവുമ്പോൾ നമുക്ക് ഒരു ട്രാൻസ്പെറന്റ് ഒരു സ്ഥലം ഉള്ളതുകൊണ്ട് നമുക്ക് കാണാം ഏതാണ് എവിടെയാണ് ഇരിക്കണേന്ന്. പിന്നെ ഇതിലത്തെ ഈ വീടൊന്നും എനിക്ക് തിരിച്ചെടുത്ത് വെക്കാനേ തോന്നുന്നില്ല, കാരണം അതെടുത്ത് വെച്ചാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. പിന്നെ മിനിയേച്ചേഴ്സ് ഒക്കെ ഞാൻ ഒന്നെടുത്ത് കയറ്റി വെക്കാറില്ല, അതൊക്കെ ഞാൻ എൻ്റെ കസ്റ്റഡിയിൽ എപ്പോഴും ആക്സസിബിൾ ആയിട്ട് വെക്കാറുള്ളൂ. പിന്നെ ഈ ഒരു റണ്ണറൊന്നും ഇനി നമുക്ക് ആവശ്യമൊന്നുമില്ല. ശരിക്കും വുഡിന്റെ കൂടെ റെഡ് കളർ നല്ല മാച്ചായിരുന്നു, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ അന്ന് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ, ഈ വാക്യൂം ക്ലീനറിന്റെ റിവ്യൂ. അപ്പൊ അതില് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. ഇത്രയും വലിയ സ്പേസ് ഒന്നും ക്ലീൻ ചെയ്യാൻ അതിനൊന്നും പറ്റില്ല, പറ്റും, കുറെ സമയം എടുക്കും. അപ്പൊ ഞാൻ അതിനൊന്നും മുതിർന്നില്ല, ഞാൻ വേറെ രീതിയിൽ ക്ലീൻ ചെയ്തു. എന്നിട്ട് ഞാൻ കുറെ കാലമായിട്ട് വിചാരിച്ചതായിരുന്നു ബെഡ്ഷീറ്റ് ഒക്കെ ഇതുപോലെ ആ മുകളിലുള്ളത് കുട്ടികളുടെയും ഇത് മറ്റേ റൂമിലത്തെ, അങ്ങനെ രണ്ടും ബോക്സ് ആയിട്ട് വെക്കണം സോഫയുടെ അടിയിൽ നിന്ന്. അപ്പൊ എടുക്കാൻ എളുപ്പമാണല്ലോ. അങ്ങനെ എനിക്ക് എന്തെങ്കിലും മൂടിയായിട്ടുള്ള ദിവസമാണെങ്കിൽ മറ്റേ ഇന്നസെന്റ് പറയില്ലേ, ഞാൻ പോയി പപ്പടം കാച്ചു അല്ലെങ്കിൽ കടുക് ഇറക്കുന്നു പറഞ്ഞ പോലെയാണ്, ഞാൻ പോയി ബെഡ്ഷീറ്റ് അങ്ങോട്ട് മാറ്റും. അങ്ങനെ ഞാൻ 2 റൂമിന്റെയും ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി. അപ്പോഴാണ് എനിക്ക് ഈ ഒരു ട്വീറ്റീനെ കിട്ടിയത്. ട്വീറ്റി എന്ന് പറഞ്ഞാൽ എന്റെ 15ാമത്തെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വാങ്ങിച്ചിട്ടുള്ളതാണിത്. അപ്പൊ അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഒരു കേടുപാടും ഇല്ല. അതിന് ഞാനൊരു അലങ്കാരത്തിന് വെച്ചതാ. അപ്പൊ ഇതുപോലെ പ്ലാനിങ് രാവിലെ തന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ ഇപ്പൊ ഈ ഒരു തുടങ്ങിയതാ. അതിന്റെ കഥ ഞാൻ വേറൊരു വീഡിയോ ഇട്ട് വരാം, എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും സമയം എനിക്ക് കിട്ടണമെന്നുള്ളത്. അപ്പോ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ ടിക്ക് ചെയ്തിട്ടു. പിന്നെയും കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ എനിക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഈ ഒരു ടേബിളിൽ വന്നിരുന്നു ജോലിയൊക്കെ ചെയ്യാൻ. ജോലി മീൻസ് അങ്ങനത്തെ ജോലിയല്ല, ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ജേർണലിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ, അതൊക്കെ ചെയ്യാൻ തോന്നുള്ളൂ. അപ്പൊ ഞാൻ കയ്യോടെ വന്ന ആ സമയം വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. എത്രയൊക്കെ നമ്മൾ ലൈറ്റ് ഇട്ടിട്ടും ആ ഒരു ലൈറ്റ് വെച്ചിട്ടും കണ്ണിന് കാണുന്ന രീതിയിൽ ഒരു വെളിച്ചേ റൂമിലേക്ക് വരുന്നില്ല. അങ്ങനെ ഇരുട്ടായിരുന്നു പുറത്ത്. എന്നാൽ മഴ പെയ്യുണ്ടോ അതുമില്ല. മഴയ്ക്കുള്ളതാണ് ഒരു ഫോർകാസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ജനുവരി ഒരു 11-10 ആ ഒരു സമയത്തേക്ക് മഴ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നണം. അപ്പൊ ഈ ഒരു 2 ഈ ഗ്ലിറ്റർ ഹൈലൈറ്റർ എന്ന് പറഞ്ഞ ഒരു ഇതും പിന്നെ ഈ അക്രലിക് പെയിന്റ് മാർക്കറും ഞാൻ നാട്ടിലൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചാലും ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് അതൊക്കെ ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാലും പിന്നീട് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞാൽ അതിൽ 1-2 ഒന്നും കാണണ്ടാവില്ല, ഒക്കെ അവരെടുത്തിട്ട് പോകും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കുറച്ച് സെക്യൂർ ആയിട്ട് വെക്കാന്ന് വിചാരിച്ചു. ഇതിങ്ങനെ എടുത്തിട്ട് എഴുതി കാണിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ട്രൈ ആയിരുന്നു. പക്ഷെ ഒക്കെ പാളിപ്പോയി, കാരണം ലൈറ്റ് ഞാൻ പറഞ്ഞ പോലെ വളരെ കുറവായിരുന്നു. രണ്ടാമത്തത് എൻ്റെ അടുത്ത് 2 കൈയും ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു ഫെസിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ്.
ഇതിലൊന്നും ശരിക്കും മനസ്സിലാവണമൊന്നുമില്ല. ലാസ്റ്റ് ഞാൻ എല്ലാ പേരും എഴുതി കാണിച്ചിട്ട് ഞാൻ ക്യാമറ അടുത്ത് പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് ആദ്യമായിട്ട് ഞാൻ കാണുന്ന ഇങ്ങനെ ഒരു ഗ്ലിറ്റർ ഹൈലൈറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ശരിക്കും ഇതൊക്കെ കുട്ടികൾക്കാണ് മറ്റേ പാഠപുസ്തകങ്ങളിൽ ഇതുപോലെ മാർക്ക് ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യണേ. പക്ഷെ നമുക്കിപ്പോൾ എന്തെങ്കിലും ചെറിയ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതിയ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് യൂസ് വരും. കാരണം ഇവരുടെയൊക്കെ പ്രൊജക്ട്സ് ഞാൻ തന്നെയാണല്ലോ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എനിക്കാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ് വരിക. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ മാസം ഞാൻ അവർക്ക് വേണ്ടി പ്രൊജക്റ്റൊക്കെ ഫുള്ള് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ യൂസ്ഫുള്ളായി. ഇതല്ല, ഞാൻ ഓൾറെഡി പണ്ടൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ. അത് ഇതിൽ നമുക്കൊരു ഗ്ലിറ്റർ ഷെയ്ഡൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അടുത്ത് പിടിച്ചാലേ മനസ്സിലാവുള്ളൂ. എനിക്ക് തോന്നുന്നത് വെളിച്ചത്ത് കുറച്ചും കൂടി നന്നായി മനസ്സിലാവും. ഇത് അക്രിലിക് പെയിന്റ് മാർക്കറാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങണമെന്ന് തോന്നുന്നു. അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പേപ്പറിൽ മാത്രമല്ല, ഇതൊരു മാറ്റ് ഫിനിഷാണ്. പേപ്പറിൽ മാത്രമല്ല, വുഡില്, സ്റ്റീലില്, ഗ്ലാസ്സില് ഒക്കെ എഴുതാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ക്രാഫ്റ്റ് ഐറ്റംസ് വുഡിലൊക്കെ ഇതുപോലെ കളർ കൊടുക്കണമെങ്കിൽ ഞാൻ വെറുതെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നൊരു കീ ചെയിൻ ആയിരുന്നു. അപ്പോൾ അതിൽ വെറുതെ കളർ ചെയ്ത് നോക്കിയതാണ് ഇത് പിടിക്കുന്നുണ്ടോയെന്ന് അറിയാൻ. അപ്പം നല്ല രീതിയിൽ തന്നെ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു കുറച്ച് കളേഴ്സ് നമുക്ക് കിട്ടിയ, എസ്പെഷ്യലി മറ്റേ വൈറ്റ് കളറൊക്കെ നമുക്ക് നല്ല യൂസാണ്. ഇപ്പോൾ ബ്ലാക്ക് കളറ് എൻ്റെ കയ്യിൽ കുറച്ച് അടുക്കളയിലൊക്കെ നമുക്ക് സ്റ്റിക്കേഴ്സ് ബ്ലാക്ക് കളറിൽ വാങ്ങുമല്ലോ. അപ്പോൾ അതിലൊക്കെ നമുക്ക് ലേബൽ ചെയ്യാനൊക്കെ ഇതിൽ നിന്നുള്ള വൈറ്റ് മാർക്കർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല യൂസായിട്ട് തോന്നി. വൈറ്റ് തന്നെ വേണമെന്നില്ല, ഏത് വേണമെങ്കിലും നമുക്ക് കളർ യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. എല്ലാ സർഫസിലും യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊന്നല്ല ഞാൻ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നേ. കുറച്ചും കൂടി ഭംഗിയിലെടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ കിട്ടിയ സംഭവങ്ങളൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഡബിൾ സെക്യൂരിറ്റിയാണ് ഇതുങ്ങൾക്കൊക്കെ കൊടുക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ 1, 2, 3 ഒക്കെ ആയിട്ട് കാണാണ്ട് പോകും. അപ്പോൾ ഞാൻ മിസ്റ്റർ DIYയുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലത്തെ ആ ഒരു പൗച്ചിലാക്കിയിട്ട് വീണ്ടും ഈ ഒരു ഡബ്ബയിലാക്കിയിട്ട് ഏറ്റവും മുകളിൽ അവർക്ക് എത്താത്ത രീതിയിലാണ് ഞാൻ വെക്കാൻ പോണേ. അല്ലെങ്കിലും കാണണ ഇടത്ത് കണ്ടാലാണ് അവരെടുത്തിട്ട് പോവുക. ഇത് മുകളിലാവുമ്പോൾ പിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും എടുക്കില്ലല്ലോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഈ ഒരു ടേപ്സ് കുറച്ചും കൂടി സൂം ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. കാരണം അത് ഒരു കവറിൻ്റെ ഉള്ളിലായിരുന്നല്ലോ. അപ്പോൾ ഇത് പുറത്തെടുത്തു ഞാൻ. അപ്പോൾ ഇത് സാധാരണ ഞാൻ വാങ്ങണ പോലത്തെ ടേപ്പുകളല്ല. ഞാൻ പുറത്തെടുത്തപ്പോഴാണ് മനസ്സിലാവണത് ഇത് കുറച്ച് പ്ലാസ്റ്റിക് പോലത്തെയാണ്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ പേപ്പർ പോലെയല്ല, നമുക്ക് നന്നായിട്ട് അഡസീവ് പവർ കൂടുതലാണ് ഇതിന്. അത് ഒട്ടിയിരിക്കുകയും ചെയ്തോളും. ഈവൻ പേപ്പറിലോ ഡയറിയിലോ മാത്രമല്ലാണ്ട് നമുക്ക് ചെറിയ ഈ ഫോട്ടോ ഫ്രെയിം ഒക്കെ ഇല്ലേ, അതിൻ്റെ ബോർഡറിലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സും എസ്തെറ്റിക് ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് നമുക്കത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ വേറൊരു സ്ഥലത്ത് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു പ്ലാനർ വെറും വേസ്റ്റാണ്. എനിക്ക് 2 വർഷമായി ഞാൻ വാങ്ങിച്ചു വെച്ചേക്കണു. ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ചെറിയ ചെറിയ ഡീറ്റെയിൽസ് മാത്രം എഴുതി വെച്ചിട്ടുണ്ട്, ആ ഡേറ്റ് മാർക്ക് ചെയ്തിട്ട് മാത്രം. അല്ലാതെ ഒന്നും ഞാൻ ഇത് യൂസേ ചെയ്തിട്ടില്ല. എനിക്ക് പറ്റിയതല്ല ഇത്. ഞാൻ നോക്കി വാങ്ങണമായിരുന്നു ശരിക്ക്. എന്നാലും ഇനിയെങ്കിലും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ ഇടയിലാണ് മഴക്കോള് പോലെ തോന്നിയപ്പോൾ ഞാൻ വേഗം മുകളിൽ പോയതാണ്. മുകളിൽ പോയപ്പോഴത്തേ ഇതുവരെ കണ്ടിട്ടില്ല ഈ ഒരു കിളീനെ. അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് നമ്മുടെ പൊന്മാൻ്റെ ഒക്കെ പോലെ ഉണ്ട്, പക്ഷേ നീല കളറല്ല, പച്ച കളറാണ്. ഫുൾ പച്ച. എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് കണ്ണുകൊണ്ട് കാണുമ്പോൾ നല്ല ക്ലിയർ ആയിരുന്നു. സത്യമാണ്, 2 പേരുണ്ട്, ഒരേ ലൈനിൽ 2 പേര് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്നും ഞാൻ പോയാലും ഇവർ 2 പേരും അവിടെ ഉണ്ടാവും. അപ്പോൾ നല്ലൊരു കാഴ്ച ആയതുകൊണ്ട് വെറുതെ വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. ഇതിൻ്റെ പേര് ബീ ഈറ്റർ എന്നങ്ങടാണ്, ഗ്രീൻ ബീ ഈറ്റർ. പിന്നെ നമ്മളുടെ ഈ ഒരു സ്ഥലത്തിൻ്റെ ശോചനീയമായ അവസ്ഥയാണ്. കുറേ ചെടിയൊക്കെ വാങ്ങിച്ചു, ഇതുവരെ പോട്ട് ചെയ്തിട്ടില്ല. ഇടയ്ക്ക് നാട്ടിൽ പോയി വന്നിട്ടും അത് അവിടെ തന്നെ ഇരിപ്പാണ്. ആകെ ഒരു ആശ്വാസം ഇതിനെ കാണുമ്പോഴാണ്. ഇത് മാത്രം കുറച്ച് നല്ല ഭംഗിയിൽ നിൽക്കണേ. ഇനി നമുക്ക് കുറച്ച് പ്ലാന്റ് സ്റ്റാൻഡുകളൊക്കെ വാങ്ങിച്ച് ഈ ഭാഗം ഒന്ന് ഒരുക്കണം. പിന്നെ ഞാൻ വീണ്ടും സമയമുള്ളതുകൊണ്ട് വിചാരിച്ചു ജേർണലിങ് തുടങ്ങി വെക്കാമെന്നൊക്കെ. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കിത് എന്താ സംഭവം എന്നൊന്നും വ്യക്തമായിട്ട് അറിയൊന്നുമില്ല. എന്താണ് ഈ ജേർണലിങ്? കുറേ ആൾക്കാർ ചെയ്യണ കണ്ടിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നോ, അല്ലെങ്കിൽ ഇത് ഞാൻ കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം എന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ ഈ കൈ കിട്ടിയ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തു തുടങ്ങിയതാണ്. അപ്പോൾ സാധാരണ ഒരു ഡയറി ആട്ടോ. അപ്പോൾ അതിൽ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ട് ഞാൻ വെറുതെ ഒന്ന് അലങ്കോലപ്പണികളൊക്കെ നടത്തി ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് തോന്നണേ
ഏതെങ്കിലും ഒരു തീം എടുത്തിട്ട് ആ തീമിന് യോജിച്ച പോലെ ഒരു ലൈന് നമുക്ക് മനസ്സിൽ തോന്നിയത് എന്ത് വെച്ച് ചെയ്താലും നമുക്ക് ഇഷ്ടപ്പെടണം, അത്രേ ഉള്ളൂ. ഇത് നമ്മൾ വേറൊരാളിനെ ഡെയിലി ബേസിസിൽ കാണിക്കാനൊന്നും പോണില്ലല്ലോ, നമുക്ക് ഒരു സന്തോഷത്തിന്. ഈ ഒരു കറക്റ്ററൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണേ, നല്ല രസമായിട്ട് തോന്നി. അതിനൊരു റീഫിൽ പാക്കും ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, വാഷി ടേപ്പ്. അത് ദേ ഇവിടെയാണ് യൂസ് ചെയ്തേക്കണേ. ഈ ഒരു സ്വിച്ച് ബോർഡില്ലേ, ഈ സ്വിച്ച് ബോർഡ് ഫുൾ വൈറ്റ് ആയിട്ടിരിക്കുമ്പോൾ ഇടയിലൊരു കളർ ഇങ്ങനെ കൊടുക്കുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ അതുപോലെ ഒന്ന് കൊടുത്തു നോക്കിയതാ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി, നന്നായിട്ട് ഉറച്ചിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ. പിന്നെ കുട്ടികളുടെ റൂമിൽ വാങ്ങിച്ചത് ഞാൻ ഇതുവരെ കവർ പോലും പൊളിച്ചിട്ടില്ല, അങ്ങനെ തന്നെ വെച്ചേക്കുക. ചെറിയൊരു ഡെസ്ക് മേക്ക് ഓവർ ചെയ്യണമെന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് മാത്രമല്ല നമുക്ക് ആണി തറക്കുകയും ഒട്ടിക്കുകയൊന്നും ചെയ്യണ്ട, അല്ലാതെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ പിന്നെ കാണാം.